മാങ്കാവ് പന്തീരങ്കാവ് റോഡിന് 18 മീറ്റർ വീതി ഉറപ്പാക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു. പന്തീരങ്കാവ് UP സ്കൂളിൽ നടന്ന യോഗത്തിൽ വിവിധ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മാങ്കാവ് പന്തീരങ്കാവ് റോഡ് 18 മീറ്ററായി നവീകരിക്കാനുള്ള സർക്കാർ തീരുമാനം വെള്ളം ചേർക്കാതെ നടപ്പാക്കണമെന്ന ആവശ്യം ഉയരുന്നു. ഈ ആവശ്യമുയർത്തി പന്തീരങ്കാവ് UP സ്കൂളിൽ നടന്ന യോഗത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചു. MN ജനാർദ്ദനൻ അടിയോടി അധ്യക്ഷനായ ചടങ്ങിൽ മൂപ്പിൽ ദാസൻ, ഒളവണ്ണ പഞ്ചായത്ത് അംഗങ്ങളായ EM വിനോദ്, ജയരാജൻ, ദിനേഷ് കുമാർ, കൂടാതെ KK മഹേഷ്, KP രാധാകൃഷ്ണൻ, DM ചിത്രാകരൻ, PM അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് 18 മീറ്ററിൽ തന്നെ നിർമ്മിക്കണമെന്ന് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നിർദ്ദിഷ്ട പന്തീരങ്കാവ് മാങ്കാവ് റോഡ് അതിൻ്റെ വികസനത്തിൻ്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് സർക്കാർ അംഗീകരിച്ച നടപടി പ്രകാരം 18 മീറ്റർ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിനുള്ള സർവേ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ചില തൽപര കക്ഷികൾ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും നാട്ടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇത് 50 കൊല്ലത്തിൻ്റെ അടുത്ത് ഈ റോഡ് വികസനം നടന്നിട്ട്. അപ്പോൾ അതിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഏതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് പ്രാദേശികമായിട്ടുള്ള ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ ആളുകളും സംഘടിച്ചുകൊണ്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള യോഗമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. അപ്പം ജനകീയമായിട്ടുള്ള ഈ പ്രക്ഷോഭത്തിന് എന്താണെന്ന് വെച്ചാൽ സർവ്വവിധ പിന്തുണയും ജനങ്ങളുടെ നിന്നുണ്ട്. അപ്പം ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള ആളുകളോട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്, ഇതിൻ്റെ വികസനത്തിന് മായം ചേർക്കാതെ പൂർണ്ണമായിട്ടും ഇത് ഈ 18 മീറ്ററിൽ പണി പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നും ഇതിൻ്റെ നഷ്ടപരിഹാരം സ്ഥലമെടുക്കുന്ന സമയത്ത് വരുന്ന നഷ്ടപരിഹാരം കച്ചവടക്കാരായാലും ഭൂമി നഷ്ടപ്പെടുന്നവർക്കോ അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് അതിന് വേണ്ടുന്നതായ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ഇതിൻ്റെ ബന്ധപ്പെട്ടവരോടും ആവശ്യപ്പെടുന്നത്. നിർദ്ദിഷ്ട പന്തീരങ്കാവ് റോഡ് 18 മീറ്ററിൽ എത്രയും വേഗം പണി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന് നിരവധി കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന പന്തീരങ്കാവ് അങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ജനകീയ കമ്മിറ്റി ഈ പ്രമേയം മുഖേന സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്.